Hi and welcome to the new video on industrial instrumentation and automation. So far we were discussing about different signal conditioning circuits, and in this one we'll be discussing about an isolation amplifier. So isolation amplifier എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ basically എന്താ പറയുക purpose is to provide isolation. Also it will provide some amplification. So isolation plus amplification അങ്ങനത്തെ ഒരു ആംപ്ലിഫയറിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതുവരെ പറഞ്ഞിരുന്നത് ടൈപ്പ് ആംപ്ലിഫയറിനും കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഈ ആംപ്ലിഫയറിന്. ഐസൊലേഷൻ ആംപ്ലിഫയർ, ഓക്കെ. സോ അപ്പോൾ ഐസൊലേഷൻ ആംപ്ലിഫയർ എന്താണ് ഐസൊലേഷൻ എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇത് പറയുന്നതിൽ അർത്ഥമില്ല. ഐസൊലേഷൻ മുന്നേ മെയിനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട്. ഒരു ഇലക്ട്രിക്കൽ കോമ്പണൻറ്റ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ എന്നുള്ള രീതിയിലാണ് പറയുക. എങ്കിലും ട്രാൻസ്ഫോമർ ഇറ്റ് ഈസ് ബേസിക്കലി ഇറ്റ് പ്രൊവൈഡ്സ് ഐസൊലേഷൻ ബിറ്റ്വീൻ ടു സർക്യൂട്ട്സ്. അതാണ് ട്രാൻസ്ഫോമറിന്റെ ബേസിക് പർപ്പസ് വരുന്നത്. പക്ഷെ നമ്മൾ ട്രാൻസ്ഫോമറിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ഓൾവേസ് വി സേ ദാറ്റ് ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ ദ വോൾട്ടേജ്. അതല്ല അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതി ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി ഇറ്റ് പ്രൊവൈഡ്സ് ഐസൊലേഷൻ ബിറ്റ്വീൻ ടു സർക്യൂട്ട്സ്. അതേപോലെ തന്നെ നമുക്ക് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ തന്നെ ഉണ്ട്. ആ ഐസൊലേഷൻ ട്രാൻസ്ഫോമറിൽ ബേസിക്കലി സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും നടക്കുന്നില്ല. അതിന്റെ ടേൺസ് റേഷ്യോ എന്ന് പറയുന്നത് 1 ആണ് വരിക. അപ്പോൾ ഇൻപുട്ടിൽ എന്താണോ വോൾട്ടേജ് അത് തന്നെ ഔട്ട്പുട്ടിലോട്ടും കിട്ടും. ബട്ട് ദർ വിൽ ബി ആൻ ഐസൊലേഷൻ ബിറ്റ്വീൻ ദോസ് ടു സർക്യൂട്ട്സ്. ബട്ട് ദേ ആർ കപ്പിൾഡ് ത്രൂ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓർ മാഗ്നറ്റിക് കോറിൽ കൂടെയുള്ള ഫ്ലക്സ് വഴി ആണ് കപ്ലിംഗ് വരുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു ഇത് തന്നെയാണ് ഇവിടെ ഐസൊലേഷൻ ആംപ്ലിഫയറിലേക്ക് വരുമ്പോഴും വരുന്നത്. അപ്പോൾ ഐസൊലേഷൻ ആംപ്ലിഫയേഴ്സ് ഏറ്റവും അധികം ആവശ്യം വരുന്നത് നമുക്ക് എന്താ പറയുക ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷനിലേക്കാണ് വരുന്നത്. സോ ഐസൊലേഷൻ ആംപ്ലിഫയേഴ്സ് ആർ special class of IAs. IAs means instrumentation amplifiers, which find extensive application mainly in instrumentation, specifically the recording of low-level bioelectric signals from human and animal subjects. So human and animal subjects, living subjects നിന്ന് നമുക്ക് റെക്കോർഡിങ്സ് ലോ ലെവൽ ബയോ ഇലക്ട്രിക് സിഗ്നൽസ് എടുക്കേണ്ട കേസുകളിൽ വരുമ്പോഴാണ് നമുക്ക് മെയിൻലി ഐസൊലേഷൻ വേണ്ടി വരുന്നത്. കാരണം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സേഫ്റ്റിയാണ്. കാരണം നമ്മൾ ഈ ഒരു വലിയ ഡിവൈസുകൾ അത്യാവശ്യം ഹൈ പവറിൽ റൺ ചെയ്യുന്നത് ഒരാളുടെ മേത്ത് കൊണ്ടുവച്ച് റീഡിംഗ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സേഫ്റ്റി ഹസാർഡ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഐസൊലേഷൻ ആംപ്ലിഫയർ. സോ their use is generally detected by electrical safety considerations, and they protect the patient from leakage current. So they will protect the patient from the leakage current ഇല്ലാണ്ടിരിക്കാൻ. ഈ ലീക്കേജ് കാരണം നമുക്കറിയാം എർത്തിൽ കൂടെയുള്ള ഒരു ഫ്ലോ ആണ്, ഗ്രൗണ്ടിന്റെ വഴി വരുന്ന ഒരു ഇതാണ് ലീക്കേജ് കറണ്ട് എന്നുള്ളത്. സോ ബേസിക്കലി they are used when the input signal is found in the presence of a high common mode voltage. ഹൈ കോമൺ മോഡ് വോൾട്ടേജിലാണ് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ എടുക്കുന്നതെങ്കിൽ യൂസ് ചെയ്യാം. ആസ് വെൽ ആസ് ഇൻ എ സിറ്റുവേഷൻ വേർ ദ ഗ്രൗണ്ട് ലൂപ്പ് കറൻസ് ക്യാൻ ഇൻട്രൊഡ്യൂസ് എറേഴ്സ് ഇൻ ദ സിഗ്നൽ അണ്ടർ മെഷർമെന്റ്. ഗ്രൗണ്ട് ലൂപ്പ് കറണ്ട് എറർ ഉണ്ടാക്കുന്ന കേസുകളിലും നമുക്ക് എന്താ ഈ ഐസൊലേഷൻ ആംപ്ലിഫയർ യൂസ് ചെയ്യാം. സോ അതർ ദാൻ സേഫ്റ്റി ഇതൊക്കെയാണ് presence of high common mode voltage and the ground loop currents making errors in the measurement. So the isolation amplifiers have an extremely low conductance between the reference ground of the output signal and the ground and input terminals of the differential head stage. അപ്പോൾ ഫ്രണ്ടും എൻഡും എന്താ ലാസ്റ്റ് എൻഡും തമ്മിലുള്ള ഗ്രൗണ്ട് പരസ്പരം ബന്ധമില്ലാണ്ട് ആക്കാണ് ബേസിക്കലി ഇത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഫ്ലോ ഉണ്ടാവില്ല, കറണ്ട് ഫ്ലോ ഇല്ലാണ്ട് ആക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. സോ ഇറ്റ് ബേസിക്കലി ഓഫേഴ്സ് ആൻ ഓമിക് ഓർ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ബിറ്റ്വീൻ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ടെർമിനൽസ്. സോ ഇറ്റ് ഓഫേഴ്സ് ആൻ ഓമിക് ഓർ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ. സോ ഓമിക് ഐസൊലേഷൻ എന്നും പറയും ഇലക്ട്രിക്കൽ ഐസൊലേഷനെ. സോ ബേസിക്കലി അതവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇലക്ട്രിക്കൽ ഓർ ഓമിക് ഐസൊലേഷൻ ബിറ്റ്വീൻ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ടെർമിനൽസ്. ഓക്കെ. And they can provide voltage difference of several thousands of volts between the input and outputs. That can be done. And the DC conductive isolation between the head stage ground and the output stage ground generally accomplished by magnetic transformer coupling or optocoupling techniques. വരെയുണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐസൊലേറ്റഡ് പവർ സപ്ലൈസ് ആർ പ്രൊവൈഡഡ് ഫോർ ബോത്ത് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേജസ്. പവർ സപ്ലൈസ് പരസ്പരം കണക്റ്റഡ് അല്ല, ദാറ്റ് മീൻസ് കോമൺ ഗ്രൗണ്ട് അല്ല, ഐസൊലേറ്റഡ് ആണ് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇൻ ദ അനലോഗ് ഡിവൈസ് ഫാമിലി ഓഫ് ഐസൊലേഷൻ ആംപ്ലിഫയേഴ്സ് ദ output of the input differential amplifier is coupled to the output stage of the isolation amplifier by an isolation transformer. ഐസൊലേഷൻ ട്രാൻസ്ഫോമർ വഴി വെച്ചിട്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. ആൻഡ് ദ ഓപ്പറേറ്റിംഗ് പവർ ഓഫ് ദ ഇൻപുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഈസ് ഓൾസോ coupled
with the transformer from high frequency power converter oscillator which ഇതൊരു പെർട്ടിക്കുലർ കേസിലത്തെയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് അതിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്ക് എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ട് 1 ഗ്രൗണ്ട് 2 സെപ്പറേറ്റ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്, ഒരു പരസ്പരം കണക്റ്റഡ് അല്ല എന്നുള്ള രീതിയിൽ. അതേപോലെ ഇവിടെ സപ്ലൈകളാണ് VDD1 VDD2, ഇപ്പോൾ അവരും തമ്മിൽ പരസ്പരം കണക്റ്റഡ് അല്ല. ഇവിടെ നമുക്ക് ഔട്ടാണ്, ഔട്ട്പുട്ട് ഫേസ് ആൻഡ് ന്യൂട്രൽ, ഇവിടെ ഇൻപുട്ട് ഫേസ് ആൻഡ് ന്യൂട്രൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് അതാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സിമ്പിൾ വെച്ചിട്ട്. വേറെയും സിമ്പിൾസ് ഉണ്ട്, ഇതൊരു സിമ്പിൾ കാണിച്ചത് മാത്രം. ഇനി അതിനുള്ള മെത്തേഡ്സ് ആണ്. ഐസൊലേഷൻ മെത്തേഡ്സ് മേ ബി ബൈ യൂസിങ് ട്രാൻസ്ഫോമർ or maybe by using optical means, that is optical isolation, or can be also from capacitive methods, that is capacitive isolation. അപ്പോൾ ഈ 3 മെത്തേഡ്സ് ആണ് മെയിൻലി ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ ഫസ്റ്റത്തെ കേസിലേക്ക് നമുക്ക് വരാം, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ഐസൊലേഷൻ ആംപ്ലിഫയർ. സോ ദിസ് ഈസ് ദ ബേസിക് സെറ്റപ്പ്, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ഐസൊലേഷൻ ആംപ്ലിഫയർ. ഇപ്പോൾ ഒരുവിധം ഐസൊലേഷൻ ആംപ്ലിഫയറിലും നമുക്ക്, അതായത് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ പറയുന്നത്. സോ ഇതിൽ നമുക്ക് രണ്ട് പാർട്ടുകൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ പറയാം. ഒരു പ്രൈമറി സൈഡ് ആൻഡ് സെക്കൻഡറി സൈഡ്. ട്രാൻസ്ഫോമർ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. സോ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയുടെ ബേസ് ആയിട്ടുള്ള തന്നെ പ്രൈമറി സൈഡ് എന്ന് പറയാം. സെക്കൻഡറിയുടെ രീതിയിൽ നമുക്ക് സെക്കൻഡറി സൈഡ് എന്നുള്ള രീതിയിലും പറയാം. സോ ഇൻ ദ പ്രൈമറി പാർട്ട് ഓഫ് ദ ട്രാൻസ്ഫോമർ, ആസ് യു ക്യാൻ സീ, ദർ ഈസ് ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ, റെക്ടിഫയർ സർക്യൂട്ട്. ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉണ്ടല്ലോ, കാണാലോ, ഓപ്പറേഷണൽ ആംപ്ലിഫയർ, റെക്ടിഫയർ സർക്യൂട്ട് ആൻഡ് ഹാഫ് ഓഫ് ദ ഐസൊലേഷൻ ആംപ്ലിഫയർ ആർ കണക്റ്റഡ്. ഇപ്പോൾ ഐസൊലേഷൻ ആംപ്ലിഫയറിൻ്റെ ഹാഫ് എന്ന രീതിയിൽ നമുക്ക് പറയാം ഈ ഭാഗത്ത് ആണ് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ പ്രൈമറി വോൾട്ടേജ് ഡിഫറൻഷ്യൽ ആയിട്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻ ആംപ്ലിഫയറിലോട്ട് വരുന്നത്. അതേപോലെ തന്നെ ഓൺ ദ സെക്കൻഡറി സൈഡ് വി ഹാവ് ദ പവർ സപ്ലൈ ആൻഡ് ഓസിലേറ്റർ സർക്യൂട്ട്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ പവർ സപ്ലൈയും ഓസിലേറ്റർ സർക്യൂട്ടും ഇവിടെ ഉണ്ട്. ഓസിലേറ്റർ സർക്യൂട്ടും ആണ് ഇവിടെ വരുന്നത്. And the rectifier which is connected to the on the primary side of the AC to DC DC side converts the AC to DC and the supplies power to the operation amplifier. അപ്പോൾ അതാണ് ഓപ്പ് ആമ്പിന് നമ്മൾ പവർ കൊടുക്കുന്നത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ആൻഡ് ദ ട്രാൻസ്ഫോമർ ഈസ് ഓൾസോ ഇപ്പോൾ നമുക്കറിയാം ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക്കലി കപ്പിൾഡും ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഡിവൈസ് ആണ്. ദാറ്റ് ഈസ് ബേസിക്കലി ഇറ്റ് ഐസൊലേറ്റ്സ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇലക്ട്രിക്കൽ ഐസൊലേഷൻ, ഓമിക് ഐസൊലേഷൻ കൊടുക്കുന്ന ആള് ഇവിടെ ട്രാൻസ്ഫോമർ ആണ് എന്ന് പറഞ്ഞു വന്നതാണ്, വേറെ ഒന്നുമില്ല. ആൻഡ് സിൻസ് ദ ടു ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സ് ആർ കണക്റ്റഡ് ഓൺ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഐസൊലേഷൻ primary and secondary, and the isolation is obtained by the property of the transformer, right? സോ ഇവിടെ ഒരു ഓപ്പ് ആമ്പ് നിൽക്കുന്നുണ്ട്, ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിൽ എന്ത് വഴിയാണ്, ഒരു ട്രാൻസ്ഫോമറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് പ്രൈമറിയും സെക്കൻഡറിയും. സോ ബേസിക്കലി ദാറ്റ് ഐസൊലേഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ദിസ് ട്രാൻസ്ഫോമർ. ഇനിയിപ്പോൾ ഇവിടെ EMF നമുക്കറിയാം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി സെക്കൻഡറി ടെർമിനൽസിൽ ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് സെക്കൻഡറി EMF വോൾട്ടേജ് ഈസ് ഫെഡ് ടു ദ ഓസിലേറ്റർ സർക്യൂട്ട്. ഇപ്പോൾ നമ്മുടെ എവിടേക്ക് വരുന്നത്, ഓസിലേറ്റർ സർക്യൂട്ട്സിലേക്ക് വരുന്നത്, which further feeds the power supply. പവർ സപ്ലൈയിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, പവർ സപ്ലൈ which feeds the power supply as you can see from the diagram. And the transformer turns ratio is unity in this case. ഞാൻ ഓൾറെഡി പറഞ്ഞു ട്രാൻസ്ഫോമർ എപ്പോഴും എന്താ ടേൺസ് റേഷ്യോ ഡിഫറെൻ്റ് ആവണം എന്നില്ല, യൂണിറ്റി ആയിട്ടുള്ള കേസും വരാം ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പർപ്പസിൽ വരുമ്പോൾ. സോ ഇൻ ദിസ് കേസ് ദ ട്രാൻസ്ഫോമർ ടേൺസ് റേഷ്യോ ഈസ് യൂണിറ്റി ബിക്കോസ് വി ഡോണ്ട് വാണ്ട് ടു സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ ദ വോൾട്ടേജ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്ന ആവശ്യമില്ല, ഇവിടുന്ന് എന്താണ് വരുന്നത് അങ്ങോട്ട് പോകാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുള്ളൂ. ദ ട്രാൻസ്ഫോമർ ആക്ട്സ് ബേസിക്കലി an isolation transformer. And additionally, the transformer coupled amplifier uses a frequency modulator or pulse width modulator signal source. ഒരു പൾസ് വിത്ത് മോഡുലേറ്റഡ് സിഗ്നൽ സോഴ്സും കൂടിയും അത് യൂസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ദ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഓഫ് ദ ഓസിലേറ്റർ ഈസ് അബൌട്ട് 20 kHz ആൻഡ് എ ലോ പാസ് ഫിൽട്ടർ ഈസ് യൂസ് ടു എലിമിനേറ്റ് അതർ ഫ്രീക്വൻസി കോമ്പണൻസ്. അതിൽ ഒരു ലോ പാസ് എല്ലാം ഇതിൽ കാണിച്ചിട്ടില്ല, ലോ പാസ് ഫിൽട്ടർ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവാം ഹൈ ഫ്രീക്വൻസി കോമ്പണൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത്ര തൽക്കാലം നമുക്ക് ഇവിടെ ആവശ്യം മതി വേണ്ടുള്ളൂ. ഇപ്പോൾ ഇതാണ് നമ്മളുടെ കൺവേർട്ടറാണ്, വോൾട്ടേജ് ടു കറണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. പ്രൈമറി പാർട്ടിൽ നമുക്ക് ഓപ്പറേഷണൽ ആംപ്ലിഫയർ, റെക്ടിഫയർ ഉണ്ട്. ദെൻ സെക്കൻഡറിയിൽ പവർ സപ്ലൈയും ഓസിലേറ്ററും സർക്യൂട്ട് ഉണ്ട്. ഇതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ഞാൻ വീണ്ടും പറയുന്നില്ല. ഓക്കെ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ മേത്തുനിന്ന് റീഡിങ് എടുക്കുന്ന കേസാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ഇത് വഴിയാണ്, ഈ രണ്ട് പ്രോബുകൾ എന്നുള്ള രീതിയിൽ അതിന് കണക്ടറുകൾ ഉണ്ടാവില്ല മേത്ത്.
അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ പേഷ്യൻ്റ് സിഗ്നൽ ആംപ്ലിഫയേഴ്സിലേക്ക് വരുന്നു. അത് അപ്പുറത്തോട്ട് പോകുന്നത് ത്രൂ നമ്മുടെ ഐസൊലേഷൻ ട്രാൻസ്ഫോമർ വഴിയാണ്. അത് ഇപ്പുറത്തേക്ക് എത്തുന്നു ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അതിന് ഇവിടെ മെയിൻസ് ട്രാൻസ്ഫോമർ ഉണ്ടാവും ഇതിൻ്റെ പവേഴ്സിനായിട്ടുള്ളത്. ഇന്റേണൽ ഷീൽഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയാണ് ബേസിക്കലി പേഷ്യൻറ്റിൻ്റെ ഐസൊലേഷൻ വരുന്നത്. ഓക്കെ, സോ പേഷ്യൻറ്റിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ആംപ്ലിഫയർ വഴി 0 ആയി ചെയ്യും. ഇവിടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡിലത്തെ ഗ്രൗണ്ട് വേറെയാണ്. രണ്ടും തമ്മിൽ മെയിൻലി ഒരു ബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കി വെക്കണമെന്നില്ല, ബേസിക് ഒരു ഐഡിയ ഉണ്ടായാൽ മതി. Now the advantages are it has high common mode rejection ratio. That is, its common mode rejection ratio makes it more useful and efficient circuit, and it has high linearity. That is, even in the presence of a transformer, the linearity of the circuit is high. That is, it gives linear relation between the input and output. That is, linearity നഷ്ടപ്പെട്ടിട്ടുള്ള ട്രാൻസ്ഫോമർ വെച്ചാണ് കറക്റ്റ് ഇൻപുട്ട് വാരി ചെയ്യുന്നതിനനുസരിച്ച് ലീനിയർ ആയിട്ട് തന്നെ ഔട്ട്പുട്ട് വേരിയേഷൻസ് നമുക്ക് കിട്ടും. ആൻഡ് ഇറ്റ് ഹാസ് വെരി ഹൈ ആക്യുറസി. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ efficiency of the transformer, its accuracy is very high. But it has these are the advantages, and the applications are mainly in medical field, that is for patient monitoring and diagnostic information. Then industrial, it may be used for ground loop elimination and off the ground signal measurement. Okay, ground loop ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് കണക്ഷൻസ് മെയിനായിട്ട് ഒഴിവാക്കുക അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫൈനലി ന്യൂക്ലിയർ ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പവർ ഐസൊലേഷൻ. ഇപ്പോൾ അവിടെ മെയിൻ ഐസൊലേഷൻ ആണ് രണ്ട് സൈഡുകളിലെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so next one is the optically isolated isolation amplifier. Optically isolated isolation amplifier, അതിൽ തന്നെ ഒരു പെർട്ടിക്കുലർ കേസാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഒരു എന്താ പറയുക, ACPL C87A അതിൻ്റെ ഇന്റേണൽ കോൺഫിഗറേഷൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇതിൽ ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക ഒരു ഇത് നമുക്ക് കാണാം, ഓപ്റ്റോ കപ്ലർ ആണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. സോ LED ഫോട്ടോ ഡിറ്റക്ടർ സ്റ്റേജ് ആണ്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് കണക്ഷൻ ബ്രേക്ക് ആവുന്നത് ഈ LED നിന്നാണ് ഇവിടുന്ന് സിഗ്നൽ പോകുന്നത്. അപ്പുറത്തത് ഡിറ്റക്ട് ചെയ്യുന്ന ഫോട്ടോ ഡിറ്റക്ടർ ആണ്. അപ്പോൾ ഇവിടെ ഒരു ഒപ്റ്റിക്കലി ട്രാൻസ്പാരന്റ് ഡൈഇലക്ട്രിക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറമായിട്ടാണ് രണ്ട് ഭാഗങ്ങൾ നിൽക്കുന്നത്. സോ ദ ലെഫ്റ്റ് സൈഡ്, ഓൺ ദ ലെഫ്റ്റ് സൈഡ് നമുക്ക് എപ്പോഴും വേണ്ടത് നമുക്കറിയാം, ഹൈ വോൾട്ടേജ് സൈഡും ലോ വോൾട്ടേജ് സൈഡും നമ്മളുടെ കണക്ട് ചെയ്യുന്ന സൈഡും തമ്മിലാണ് ഐസൊലേഷൻ. സോ ഹൈ വോൾട്ടേജ് സൈഡ് is on the left and the low voltage side is on the right. Okay, and as you can see the VDD1 and ground 1, here it is VDD2 and ground 2. അപ്പോൾ രണ്ട് പേരും തമ്മിൽ പരസ്പരം കണക്ഷനിലെ ഗ്രൗണ്ടുകളും സപ്ലൈകളും ഡിഫറെൻ്റ് ആണ്. Okay, so the isolation amplifier senses the input voltage and converts it into a digital bit stream. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് അനലോഗ് ഇൻപുട്ട് മെഷർ ചെയ്യുന്നത് വരികയെന്ന് വിചാരിക്കുക. ഓക്കെ, വീൻ എന്ന് പറഞ്ഞു വരുന്നത് ഒരു മോഡുലേറ്റർ എൻകോഡർ വഴിയാണ് ഇങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ ഈ എൻകോഡർ ആണ് ഇതിനെ എന്തായിട്ട് മാറ്റുന്നത്, ഡിജിറ്റൽ സ്ട്രീമായി മാറ്റുന്നത്. പിന്നെ ഇതിനെ സിങ്ക്രണൈസ് ചെയ്യാൻ ക്ലോക്ക് ജനറേറ്റർ വരുന്നുണ്ട്, റെഫറൻസ് വോൾട്ടേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ എൻകോഡ് ചെയ്തിട്ടാണ് അവിടേക്ക് വരുന്നത്, LED ഡ്രൈവറിലോട്ട് വരുന്നത്. ഇത്രയാണ് നമ്മൾ ഈ ഫ്രണ്ട് എൻഡിൽ എടുക്കുന്നത്. സോ ദ ബിറ്റ് സ്ട്രീം ഈസ് then transmitted across the optical coupling pair consisting of this LED and photo detector. അപ്പോൾ ഈ ഡിജിറ്റലായി കൺവേർട്ട് ചെയ്തിട്ടുള്ളതിനെ LED ഡ്രൈവർ വഴി അപ്പുറത്തേക്ക് പറഞ്ഞയക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ LED ഡ്രൈവർ ഈ എൻകോഡഡ് ഇതിനനുസരിച്ചുള്ള ലൈറ്റ്സ് എമിറ്റ് ചെയ്യും, അത് അപ്പുറത്തേക്ക് ആക്സെപ്റ്റ് ചെയ്യും. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ട്രാൻസ്മിറ്റർ സിഗ്നൽ ഈസ് ഒപ്റ്റിക്കൽ റാദർ ദാൻ ഇലക്ട്രിക്കൽ, ഇറ്റ് ഈസ് ഇമ്മ്യൂൺ ടു മാഗ്നറ്റിക് ഫീൽഡ്സ് ആൻഡ് ഇലക്ട്രിക്കൽ നോയ്സ്. ഇപ്പോൾ നേരത്തെ വെച്ച് വരുമ്പോൾ മാഗ്നറ്റിക്കും അതിനൊന്നും എഫക്റ്റ് അല്ല, കാരണം ഇത് ലൈറ്റിൻ്റെ ഫോമിലാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. ആൻഡ് ഫോട്ടോ ഡിറ്റക്ടർ റിക്കവേഴ്സ് ദ ഒപ്റ്റിക്കൽ സിഗ്നൽ. ഇപ്പോൾ ഇവിടെയാണ് റിക്കവറി വരുന്നത്, ഫോട്ടോ ഡിറ്റക്ടർ ആണ് റിക്കവറി ചെയ്യുന്നത് ഒപ്റ്റിക്കൽ സിഗ്നൽ. ആൻഡ് ഇറ്റ് അഗെയിൻ കൺവേർട്സ് ബാക്ക് ടു ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ. ആൻഡ് ഇംപിഡൻസ് ആംപ്ലിഫയർ ഉണ്ട്, ദെൻ ഡീകോഡർ വരുന്നുണ്ട്. ഫൈനലി ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് പ്രൊവൈഡഡ് ഇൻ ഡിഫറൻഷ്യൽ മോഡ്. ഓക്കെ, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വി ഔട്ട് പ്ലസ് വി ഔട്ട് മൈനസ് എന്നുള്ള രീതിയിലാണ്. ഫോർ ബെറ്റർ കോമൺ മോഡ് നോയ്സ് റിജക്ഷൻ, നമുക്കറിയാം ഡിഫറൻഷ്യൽ വന്നാൽ കോമൺ മോഡ് റിജക്ഷൻ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ആൻഡ് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻപുട്ട് വോൾട്ടേജ് വിത്ത് യൂണിറ്റി ഗെയിൻ. സോ ഇതായിരുന്നു നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് എങ്കിൽ അതിൻ്റെ അതേപോലത്തെ ഒരെണ്ണുണ്ടാവും ഇൻവേർട്ടഡ് ആയിട്ടും കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ വി ഔട്ട് നമുക്ക് ഈ രീതിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ബേസിക്കലി ഇത്രേ ചെയ്യുന്നുള്ളൂ. അനലോഗ് വന്നു, അതിനെവിടെ ഡിജിറ്റലാക്കി എൻകോഡ് ചെയ്തു, അത് LED ഡ്രൈവർ വഴി LEDയിൽ നിന്നുള്ള ലൈറ്റ് സിഗ്നൽസ് ആയിട്ട് ഇവിടുന്ന് കടത്തി വിടുന്നു. അപ്പോൾ അവിടെ ബ്രേക്കിംഗ് വന്നു, ഐസൊലേഷൻ വന്നു. ഇപ്പുറത്തത് ഫോട്ടോ ഡിറ്റക്ടർ ആക്സെപ്റ്റ് ചെയ്ത് അതിനെ തിരിച്ച് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്, AC ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഔട്ട് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് റെഫറൻസിൻ്റെ ഇതും ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് എന്താ പറയുക ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ്, ഐസൊലേഷൻ ആംപ്ലിഫയർ സെൻസസ് ദ ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് കൺവേർട്സ് ഇറ്റ് ഇൻ ടു എ ഡിജിറ്റൽ ബിറ്റ് സ്ട്രീം.
and the bit stream is then transmitted across optical coupling pair consisting of the LED and a photodetector, and this optical signal path provides the electrical insulation barrier, and because of the transmitted signal is optical rather than electrical, it is immune to magnetic fields and electrical noise, and the photodetector recovers the optical signal and converts it back to an electrical signal, which is decoded and filtered to reproduce an output signal. And finally, the output voltage provided is in differential mode for better common mode noise rejection and is proportional to the input voltage with a unity gain. So ആ ഒരു കണക്ഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ പോലെ ഇവിടെ ആംപ്ലിഫയർ 1 ഉണ്ട് ഫ്രണ്ട് എൻഡിൽ. ഇപ്പോൾ ഇത് ഇവിടെ വന്നിട്ട് നമ്മുടെ അറേഞ്ച്മെന്റ് വരുന്നു ഓപ്റ്റോ കപ്ലർ, ഓപ്റ്റോ ഐസൊലേറ്റർ വരുന്ന, അപ്പുറത്ത് അത് ഫോട്ടോ ട്രാൻസിസ്റ്റർ ആണ് ഇപ്പോൾ ഈ ഒരു അറേഞ്ച്മെന്റിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ECG ഔട്ട്പുട്ട്, ECG മെഷർമെന്റിന്റെ അറേഞ്ച്മെന്റ് ആണ് കാണിച്ചത്. നമ്മൾ ഈ രീതിക്ക് ഡയഗ്രം ഒന്നും പഠിക്കണമെന്നില്ല, തൊട്ട് മുന്നത്തെ സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ പഠിച്ചാൽ മതി. ഓക്കെ, ആൻഡ് ഇറ്റ് ഹാസ് സം അഡ്വാൻറ്റേജസ്. ബേസിക്കലി ഇൻ ദിസ് സർക്യൂട്ട് ഒറിജിനൽ ഫ്രീക്വൻസി and amplitude are obtained. The actual frequency of oscillation primary ഇൻപുട്ടിൽ വരുന്നത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ആൻഡ് ഇറ്റ്സ് ലീനിയാരിറ്റി ഈസ് വെരി ഹൈ. ഇവിടെ ഈവൻ ട്രാൻസ്ഫോമർ പോലും ഉപയോഗിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ലീനിയാരിറ്റി ഹൈ ആണ്. ആൻഡ് ആസ് കമ്പയർഡ് ടു ട്രാൻസ്ഫോമർ ഐസൊലേഷൻ നോ മോഡുലേറ്റർ ഓർ ഡിമോഡുലേറ്റർ ഈസ് റിക്വയർഡ് ആസ് എ കപ്ലിംഗ് ഈസ് ഡൺ ബൈ ഒപ്റ്റിക്കൽ. മോഡുലേഷൻ ഡിമോഡുലേഷൻ്റെ ഒന്നും ആവശ്യമില്ല, ഒപ്റ്റിക്കൽ ആണ് ഇവിടുത്തെ കപ്ലിംഗ് വരുന്നത്. ആൻഡ് വെൻ വി use such circuits in medical appliances, it increases the patient safety. Safety level കുറച്ചും കൂടി കൂട്ടാൻ. Applications are mainly industrial process. ഒരുപാട് applications in industrial process control, data acquisition, interface elements, then biomedical instruments, patient monitoring, test equipment, current shunt measurement, ground loop elimination, SCR controls, etc. Okay, now coming to the final case, which is the capacitive coupled isolation amplifier. So capacitive coupled isolation amplifier ആണ്. So ഇതിൽ കപ്പാസിറ്റർ ആണ് ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വിച്ച് ഈസ് ദ ഐസൊലേഷൻ ബാരിയർ വിത്ത് കപ്പാസിറ്റി കപ്ലിംഗ്. സോ അതിൻ്റെ ഫ്രണ്ട് എൻഡിൽ നമുക്ക് ഒരു ഇൻപുട്ട് ഓപ്പ് ആമ്പും മോഡുലേറ്റർ ഉണ്ടാവും വിത്ത് ഒരു ഓസിലേറ്റർ, ഇപ്പുറത്തെ സൈഡിൽ ഒരു ഡിമോഡുലേറ്റർ ഉണ്ടാവും. ഇവർ രണ്ടുപേരും ഗ്രൗണ്ടുകൾ സെപ്പറേറ്റ് ആണ്. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം, ഗ്രൗണ്ടുകൾ പരസ്പരം ഐസൊലേറ്റ് ചെയ്തിട്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ കാണിച്ചാൽ മതി. സോ ദ കപ്പാസിറ്റർ ഹാസ് the property of coupling and isolating, like coupling and isolating. Couple ചെയ്യാം but isolating ചെയ്യും. Electrically coupled ആണ് but they are actually isolated. അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ കപ്ലിംഗ് കപ്പാസിറ്റർ, ബൈപാസ് കപ്പാസിറ്റർ ആൻഡ് ഐസൊലേറ്റിംഗ് കപ്പാസിറ്റർ. ഇപ്പോൾ ഇതായിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഐസൊലേറ്റിംഗ് കപ്പാസിറ്റർ ആയിട്ടും യൂസ് ചെയ്യാം. ആൻഡ് ദ കപ്പാസിറ്റീവ് ഐസൊലേഷൻ ഈസ് ഒബ്റ്റൈൻ ബിറ്റ്വീൻ ദ മോഡുലേറ്റർ ആൻഡ് ഡിമോഡുലേറ്റർ ബ്ലോക്സ്. ഇവിടുത്തെ ഒരു മോഡുലേറ്റർ ഡിമോഡുലേറ്റർ ബ്ലോക്കിന്റെ ഇടയിലാണ് ഈ isolation എത്തിക്കുന്നത്. ആൻഡ് ഇറ്റ് യൂസസ് ഡിജിറ്റൽ എൻകോഡിംഗ് ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി മോഡുലേഷൻ. ഡിജിറ്റൽ എൻകോഡിംഗ് ഫ്രീക്വൻസി മോഡുലേഷനുമാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിൽ പറയുന്നില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്നില്ല. ഓക്കെ, ആൻഡ് ഇറ്റ് ഹാസ് അഡ്വാൻറ്റേജസ് ലൈക്ക് ഇൻ ദിസ് സർക്യൂട്ട് റിപ്പിൾ നോയ്സസ് ആർ റിമൂവ്ഡ്, ഇറ്റ് അവോയ്ഡ്സ് ഡിവൈസ് നോയ്സ്, റേഡിയേറ്റഡ് നോയ്സ് ആൻഡ് കണ്ടക്റ്റഡ് നോയ്സ്, ആൻഡ് ഇറ്റ് ഈസ് ഹൈലി ഇമ്മ്യൂൺ ടു മാഗ്നറ്റിക് നോയ്സസ്. ഇലക്ട്രിക്കൽ ആണല്ലോ, മാഗ്നറ്റിക് നോയ്സസിൻ്റെ പ്രശ്നം വരുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ analog systems, and it has high gain stability and linearity. So they can have advantages. Then applications are used for data acquisition, used as interface element. Then it is used in medical applications like patient monitoring, or also in EEG, ECG measurements. Okay, so that is all about isolation amplifier. Thank you.